ഇതത് കൊടുത്താകെ ഭർത്താവ് ഈ ഭാര്യയെ തൊടുന്നത് രാത്രി ആരും കാണാതെ ഇവന്റെ ഇംഗിതം പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണ്. ഓർഗാസം എന്നുള്ളത് ലൈഫിൽ പോലും കേൾക്കാത്ത ആളുകൾ ഭർത്താവിൽ നിന്ന് കിട്ടാത്തവർക്ക് വേറെ എവിടെയെങ്കിലും കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ഇതറിഞ്ഞു പോകുന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കുടുംബിനികൾ വരും. ഓക്കെ, എന്തിനാണ് ശഹല ഒളിച്ചോടിയത്? ക്ലിയറായി കൃത്യമായിട്ട് പറയാം. ഇതെന്തിന് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നു? ഇനി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കേസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിൽ നിന്ന് എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നത്. പൊന്നു പ്രേക്ഷകരെ, നമ്മുടെ വിഷ്വൽ മീഡിയയിൽ അദ്ദേഹം ക്ലിയറായി കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത് വെച്ചു തരാം. അതിനുശേഷം ഈ പാവം പ്രവാസിയുടെ ജീവിതകഥ, ആരായിരുന്നു പ്രവാസി, എന്തായിരുന്നു പ്രവാസി, ആ പ്രവാസിയുടെ ജീവിതകഥ ഒരാൾ പറഞ്ഞു തരുന്നുണ്ട്. അത് ഞാൻ വെച്ചു തരാം. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. എൻ്റെ ഇൻബോക്സിൽ കുറെ മെസ്സേജ്, അതായത് 3 പിഞ്ചോമന മക്കളുടെ ഒരു ബാപ്പയാണ് ശഹലയെ കൊണ്ടുപോയത്, അവനെ എന്തുകൊണ്ട് തെറി വിളിക്കുന്നില്ല എന്നാണ്. ആ വൃത്തികെട്ടവന് 2 എണ്ണം ഞാൻ കൊടുത്തിട്ട് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. അതായത് ആ വൃത്തികെട്ടവന്റെ ഭാര്യയുണ്ടല്ലോ, പൊന്നുമോൾ ഭാര്യ, ആ ഭാര്യ പ്രസവിച്ച് കിടക്കുകയാണ്. വെറും ദിവസങ്ങൾ മാത്രം പ്രായമുള്ള പിഞ്ചോമന കുഞ്ഞുണ്ട്. എടാ, നിനക്ക് നാണമുണ്ടോ? നീയൊക്കെ നല്ല രീതിക്ക് മരിക്കൂന്നാണോ നീ വിചാരിച്ചത്? ഒരു പ്രവാസിയുടെ ശാപം നിനക്ക് കിട്ടും. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ആ വൃത്തികെട്ടവനെ ഇഷ്ടമില്ലാത്ത, ഈ വൃത്തികെട്ട സ്ത്രീയെ ഇഷ്ടമില്ലാത്ത എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഓക്കെ, നമുക്ക് എന്തുകൊണ്ടാണ് ഒളിച്ചോടിയത്? ഇത്തരത്തിൽ പോകുന്ന സ്ത്രീകളെയൊക്കെ പൊതുവെ എല്ലാവരും കുറ്റപ്പെടുത്തും. വളരെ മോശം സ്ത്രീകളായിട്ടാണ് ചിത്രീകരിക്കുക. എന്തുകൊണ്ടിരിക്കും ഒരു ഭാര്യ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു സ്ത്രീ ഭർത്താവിനെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വേറെ ആളെ കൂടെ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും എളുപ്പം എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീനെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. ആ സ്ത്രീനെ കൊണ്ടുപോയ ആ ധൈര്യം കാണിച്ച 3 മക്കളുള്ള ഭാര്യ പ്രസവിച്ച് കിടക്കണം, അവൻ്റെ ഭാര്യ പ്രസവിച്ച് കിടക്കണം. ആ സമയത്ത് ആ ഭാര്യനെ മറന്ന് കുട്ടിനെ മറന്നിട്ട് ഈ പെണ്ണിനെ ഇറക്കിക്കൊണ്ടുപോയ ഒരാളുണ്ടല്ലോ, ഇയാൾ ആരും കുറ്റം പറയില്ല. എല്ലാവർക്കും കുറ്റം പറയാൻ എളുപ്പം ആരെയാണ്? ഈ സ്ത്രീകളെയാണ്. സത്യത്തിൽ സ്ത്രീകളെ കുറ്റപ്പെടുത്തും മുൻപ് എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നും കൂടി നമ്മൾ ആലോചിക്കണ്ടേ? ഓക്കെ, ബാക്കി വെച്ച് തരാം. ഒരു കാര്യം പറയാം, ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നല്ലോണം പറഞ്ഞിട്ടുണ്ട്. ആ വൃത്തികെട്ടവന് ഞാൻ ടോട്ടൽ 3ാമത്തെ കോണ്ടന്റ് ആണ് ഇവളെ കുറിച്ചിട്ട്. ആ വൃത്തികെട്ടവന് ഞാൻ നല്ലോണം കൊടുത്തിട്ടുണ്ട്. ബാക്കിയും കൂടി കേൾക്കാം. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ തക്കതായ ഒരു റീസൺ ഉണ്ടായിരിക്കും. ഇപ്പം ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇയാളിപ്പോൾ ഈ പോയതിനെ ന്യായീകരിക്കണം, അമ്മാതിരി തമ്മാടിത്തരം പറഞ്ഞിട്ട് വരണ്ട. പോയതിന് ഒരു കാലത്ത് നമ്മൾ ന്യായീകരിച്ചുള്ള എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മൾ ഇത്തരം പോക്കിനെ നമ്മൾ എതിർത്തിട്ടേ ഉള്ളൂ. പക്ഷേ നമ്മളൊരാളെയും അടച്ചാക്ഷേപിക്കാൻ പാടില്ല. അവരെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്ത് നമ്മുടെ വീഴ്ച, ചില പുരുഷന്മാർ കുടുംബത്ത് ഭാര്യമാരെ കാണുന്ന രീതി തന്നെ എങ്ങനെയാണ്? അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന വെറും ഒരു ഉപകരണം, ഒരു സെക്സ് ടോയ് ആയിട്ട് മാത്രം കാണാം. ഓക്കെ, ഇങ്ങനെ പറയുന്നത് ശരിയാണ്. ആണുങ്ങളോട് ഒരു കാര്യം പറയാം, അതായത് ഭാര്യമാരെ നിങ്ങൾ അങ്ങനെ കാണരുത്. അവരൊരു മനുഷ്യ ജീവിയല്ലേ, അവരെയും ഇടയ്ക്കിടയ്ക്ക് ബീച്ചിൽ കൊണ്ടുപോകണം. അവർക്കും അവരുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണം. ബാക്കിയും കൂടി കേൾക്കാം. ചില ആൾക്കാർ മതിയായ സെക്സ് പോലും അവർക്ക് കൊടുക്കില്ല. അപ്പോൾ ഇത് നമ്മുടെ കുടുംബത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എല്ലാ കുറ്റവും കൂടി സ്ത്രീകളുടെ തലയിൽ ഇടലില്ല. ഒരു സ്ത്രീ എന്താണെന്ന് പുരുഷൻ ആദ്യം മനസ്സിലാക്കണം. ഒരു സ്ത്രീക്ക് എന്താണ് ആഗ്രഹം? ചില സ്ത്രീകളുണ്ട്, അവർക്ക് സ്പർശനങ്ങളാണ് മെയിൻ. അതായത് അവരെന്തേലും ചെയ്തു കഴിഞ്ഞാൽ അവരെ സ്നേഹത്തോടെ വാരിപ്പുണരുക, അവരെ അഭിനന്ദിക്കുക. ഇങ്ങനെ അവർക്ക് എപ്പോഴും ഒരു സ്പർശനങ്ങൾ, അത് സെക്സ് അല്ല. ഈ സ്പർശനം എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ ഉള്ളിൽ വരിക, ഇവർക്ക് ഇതിൻ്റെ കുറവാണ്, ഇത് കിട്ടാത്തത് കൊണ്ടാണ്, ഇത് മൂത്തിട്ടാണ്. അതിനുപയോഗിക്കുന്ന പല പ്രയോഗങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഒരു വീഡിയോ ഫാമിലിയൊക്കെ ആയിട്ട് കാണുന്ന ആളുകളായതുകൊണ്ട് ഞാൻ ആ വേർഡൊന്നും ഞാൻ യൂസ് ചെയ്യണില്ല. അപ്പം അതിൻ്റെ കുറവൊന്നുമല്ല. ഈ സ്പർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെവിടെയെങ്കിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ കൈകൾ പിടിച്ചിരിക്കുന്നത്, ആ ഒരു സ്നേഹപ്രകടനങ്ങൾ എന്നുള്ളത് ഫിസിക്കലി അവർക്ക് ഫീൽ ചെയ്യണം. ഓക്കെ, ഇങ്ങനോട് ഒരു കാര്യം പറയാം. ശഹല പോയത് കടി മൂത്തിട്ട് തന്നെയാണ്. ആ പാവപ്പെട്ട പ്രവാസി എത്ര പൈസയാണ് ആ വൃത്തികെട്ടവൾക്ക് അയച്ചു കൊടുത്തത്? അവളെ ഈ വിഷയത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. ബാക്കിയും കൂടി കേൾക്കാം. ഇതത് കൊടുത്താകെ ഭർത്താവ് ഈ ഭാര്യയെ തൊടുന്നത് രാത്രി ആരും കാണാതെ ഇവന്റെ ഇംഗിതം പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണ്. അവൾക്കൊരു ഓർഗാസം വന്നിട്ടുണ്ടോ എന്ന് പോലും ചിന്തിക്കാനുള്ള ബോധം എനിക്കില്ല. അവളുടെ സംതൃപ്തിയൊന്നും ഉള്ള വിഷയം. ഞാൻ ഹക്കായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നെഞ്ചത്ത് കൈവച്ച് സ്ത്രീകൾ പറ, ഓർഗാസം എന്നുള്ളത് ലൈഫിൽ പോലും കേൾക്കാത്ത ആളുകൾ ഭർത്താവിൽ നിന്ന് കിട്ടാത്തവർക്ക് വേറെ എവിടെയെങ്കിലും കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ഇതറിഞ്ഞു പോകുന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കുടുംബിനികൾ വരും. അപ്പോൾ ആരാണ് സ്വന്തം ഭാര്യയുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് ആ ഭാര്യ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ഒരു കാര്യം പറയാം. നിങ്ങളെ ഭർത്താവിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്നെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാ. നിങ്ങൾ
പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എങ്കിൽ നമ്മൾ മനുഷ്യന്മാരല്ലേ, നമുക്കെല്ലാവർക്കും ജീവിതം വേണം, നിങ്ങൾക്കും സുഖം വേണം, ജീവിതം വേണം. നിങ്ങൾ ഒന്നെങ്കിലും പറയണം. പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങളെ മാതാപിതാക്കളോട് ഓപ്പണായിട്ട് പറയാ. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ മുസ്ലിംസ് ആണെങ്കിൽ പള്ളിയിൽ ഉസ്താദന്മാരോട്, അല്ലെങ്കിൽ വലിയ വലിയ സ്വാമിമാരോട്, പള്ളിയിൽ അച്ഛന്മാരോട് ഓപ്പണായിട്ട് പറയാ. ഒരു പേടിയും പേടിക്കണ്ട, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നവരാണ്. അവര് ഈ ഭർത്താവിനോട് പറയും. എന്നിട്ടും ഇവൻ കേൾക്കുന്നില്ല എങ്കിൽ ആ ഒരു ബന്ധം നിങ്ങൾ ഒഴിവാക്കോ. പെണ്ണുങ്ങളോട് പറയാം, നിങ്ങൾക്കാണ് ഇപ്പൊ ഡിമാൻഡ് ഉള്ളത്, ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടാൻ സമയമാണ്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒഴിവാക്കും. അല്ലാതെ ഒളിച്ചോടുന്നത് തെറ്റാണ്. ഒളിച്ചോടിയാൽ ഇങ്ങനെ വരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ. ബാക്കിയും കൂടി കേൾക്കാം. ചില ആളുകൾക്ക് സ്പർശനങ്ങൾ വേണ്ട, അവർക്ക് നല്ല വാക്കുകൾ മതി, നല്ല പഞ്ചാര വാക്കുകളാണ് അവർക്ക് വേണ്ടത്. നിങ്ങൾ അവരെ കെട്ടിപ്പിടിച്ചിട്ടോ അവരെങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ കൈമാറ്റോ, അവർക്ക് കൊടുക്കാനുള്ളത് നല്ല നല്ല വാക്കുകൾ. അവർക്ക് പേര് പോലും വിളിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അവരുടെ പേര് എന്തെങ്കിലും മിസ്രിയ എന്നാണെങ്കിൽ അവർക്കിഷ്ടം മിസ്രിയ എന്ന് വിളിക്കണ, രജിസ്റ്ററിൽ പേര് എഴുതി വിളിക്കണ പോലെ, അക്ഷയയിൽ പേര് വിളിക്കണ പോലെ പേര് വിളിക്കാനല്ല, മിസുറോ എന്നൊക്കെ വിളിക്കുന്ന സ്നേഹവാക്കുകൾ കേൾക്കുമ്പോഴാണ് അവരുടെ ഹോർമോണുകൾ, അവരുടെ സ്നേഹത്തിൻ്റെ ആ ഒരു പ്രകടനം അവർക്ക് വരിക. അപ്പോൾ ഇതൊന്നും അറിയാതെ ഭാര്യയുടെ ടേസ്റ്റ് എന്താണെന്നറിയാതെ ജീവിക്കുന്ന കുറേ ഭർത്താക്കന്മാരുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തല്ല. ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണുണ്ടെങ്കിൽ ആ ഇറങ്ങിപ്പോകുന്ന സ്ത്രീനെ കുറ്റപ്പെടുത്താനായിട്ട് 100,000 പേര് വരും. സ്ത്രീകളടക്കം ഇത്തരം സ്ത്രീകളെ കുറ്റപ്പെടുത്തും. 100% കുറ്റപ്പെടുത്തും, ഇനിയും കുറ്റപ്പെടുത്തും. കാരണം 4 കുടുംബമാണ് ഈ വൃത്തികെട്ട ജന്തുക്കൾ കാരണം ഇല്ലാതായത്. എന്തിനു വേണം? ഷഹലയുടെ ആ പൊന്നുമോൻ, 7 വയസ്സായ പൊന്നുമോൻ ഒരു 3 വയസ്സും കൂടി ആയിക്കഴിഞ്ഞാൽ അവന് പക്വതയായി. അവനോട് ചോദിക്കത്തില്ലേ, നിന്റെ അമ്മയല്ലേടാ, നിന്റെ ഉമ്മയല്ലേ ഒളിച്ചോടിയതെന്ന്? ആ പൊന്നുമോൻ എങ്ങനെ സഹിക്കും? ഞങ്ങൾ ഇനിയും ചോദിക്കും. ഞങ്ങൾ ഇങ്ങനെ എടുക്കുന്നത്, ഓരോ ഫോട്ടോ ഇങ്ങനെ സൈഡിൽ വെക്കുന്നത്, ഇനി ഇതിൽ നിന്ന് നിൽക്കണം. ഇനി ആരും ഇത്തരത്തിലുള്ള പണിയെടുക്കരുത്. പാഠം പഠിക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ബാക്കിയും കൂടി കേൾക്കാം. കണ്ടില്ലേ, ഓൾ അങ്ങനെ ഇറങ്ങിപ്പോയത് കണ്ടില്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് അവർ നാട്ടുകാർക്കും വീട്ടുകാർക്കും സൊസൈറ്റിക്കും അംഗീകൃതമല്ലാത്ത ഒരാളെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം എത്തുന്നുണ്ടെങ്കിൽ 2 കാരണങ്ങളാണ് അതിനുണ്ടാവുക. ഒന്ന്, അവർക്കത്രയും അനീതി ബോധ്യപ്പെട്ട് രക്ഷപ്പെടുകയാണ് ഞങ്ങളെന്ന് തോന്നൽ. 2, വെറും ഒരു തോന്നിവാസം. ഈ രണ്ടാമത്തെ തോന്നിവാസം വളരെ റയറേ സംഭവിക്കുള്ളൂ. ഒന്ന്, ഇവർക്കൊന്നും സ്വന്തമായിട്ട് ജോലിയില്ല. ഇവർക്കൊരു ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ ആ ജോലിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് പോണവരാന്ന് വിചാരിക്കുക. അതൊന്നുമല്ല. ഒരാൾ ജീവിതം കൊടുക്കാന്ന് പറയുമ്പോൾ അപ്പുറത്തൊരാളുണ്ട്, ഓനക്ക് ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്, ഓൻ്റെ ഭാര്യ പ്രസവിച്ചെടുക്കുകയാണെന്ന് അറിയണത്. എന്നിട്ട് ഓൻ ഇതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ഈ പെണ്ണിനെയും വിളിച്ച് പോകുമ്പോൾ ആ പെണ്ണിനെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തൂല. ഞാനൊരു കാര്യം പറയാം, അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. അവനാണ് എല്ലാത്തിനും പ്രശ്നം. നോക്കൂ, നിങ്ങൾ സ്വന്തം ഭാര്യ പ്രസവിച്ച് കിടക്കുമ്പോൾ ഒരു കാമുകിയുടെ കൂടെ പോകാൻ അവൻ എങ്ങനെ തോന്നി? അവനൊരു മനുഷ്യനാണോ? ഈ അവളുണ്ടല്ലോ, ഷഹലയുണ്ടല്ലോ, ഇവൾ ചിന്തിക്കണം, ഇവൾക്കും നാളെ ഇതേ അവസ്ഥ വരും. 5 മിനിറ്റിന്റെ സുഖം 2 ദിവസം ഉണ്ടാവും. ഇപ്പൊ പുതിയത് കിട്ടിയതല്ലേ. ചിലർ പറയുന്നത് 4 വർഷമായി തുടങ്ങിയിട്ടെന്നാണ് ഈ ഒരു ബന്ധം. അനക്കറിയത്തില്ല അതിനെക്കുറിച്ചിട്ട്. ഓക്കെ, അവളോട് പറയാനുള്ളത് 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ തന്നെ വീഡിയോ ചെയ്യും അവളുടെ ഒരു അവസ്ഥ, കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നതൊക്കെ. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം. അവർ ഇതുപോലെയുള്ള ആണുങ്ങളുണ്ട്, കുറേ ആണുങ്ങൾ. അവരെവിടെയെങ്കിലുമൊക്കെ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉണ്ടാക്കും. എന്നിട്ട് ഹസ്ബൻഡിനിപ്പോൾ പഴയ പോലെ ഇതൊന്നും ഇല്ലല്ലേ, ഓനക്ക് ഈ സ്വകാര്യ കാര്യങ്ങളൊക്കെ അറിയാം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ കിടന്നിട്ട് അതിനെ ഇങ്ങനെ തിരിച്ച് ഇവൻ്റെ വലയിലാക്കും. എന്നിട്ട് പാവം സ്ത്രീകൾ ഈ വാക്കും കേട്ട് ഇറങ്ങിപ്പോകും. പക്ഷേ സൊസൈറ്റി മുഴുവനും കുറ്റപ്പെടുത്തുക, അശ്ലീലം, മറ്റതാണ് മറിച്ചത്, ഇങ്ങനെ പ്രാക്ക് മുഴുവനും ആർക്കാണ്? ആ സ്ത്രീക്കാണ്. ഒരു കാര്യം ഞാൻ പറയാം, ആ പോയ സ്ത്രീ അതുകൊണ്ട് സന്തോഷിക്കുകയൊന്നുമില്ല. അവർക്കറിയാം അത് സന്തോഷമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ അവരാരോടോ വിരോധം തീർക്കാൻ വേണ്ടി പോവുക. ആ കുഞ്ഞിനെ അതിൻ്റെ വാപ്പാക്ക് കൊടുക്കലാണ് നല്ലത്. ആ കുഞ്ഞിനെ അതിൻ്റെ വാപ്പാക്ക് കൊടുക്കുക. നിങ്ങൾ പ്രസവിച്ച ഒരാളൊക്കെ തന്നെ ആവാം. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു. അവൾക്ക് ഓടുന്നതിന് മുമ്പ് അറിയാമായിരിക്കും ഇതത്ര നല്ലതിനല്ല. അവർ വിചാരിക്കുന്നത് ഞങ്ങൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത്, ഇനി ഞങ്ങളുടെ ജീവിതം ആഡംബര ജീവിതം എന്നാണ്. അതായത് ആ ചങ്ങായിക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഷോപ്പ് ഉണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ സ്വന്തമായിട്ട് മൊബൈൽ ഷോപ്പൊക്കെ ഉണ്ടല്ലോ, എന്നെ പൊന്നുപോലെ നോക്കും. പക്ഷേ ഈ ഷഹല എന്ന വൃത്തികെട്ടവളോട് പറയാനുള്ളത്, നീ ചിന്തിക്കേണ്ടത് ആ ഒരു 3 പിഞ്ചോമന മക്കളെയും അവൻ്റെ ഭാര്യയുമാണ്. വല്ലാത്ത കഷ്ടം തന്നെയാണ്. നമുക്ക് ഒളിച്ചോടട്ടെ, ആരോരും ഇല്ലാത്തവൻ്റെ കൂടെ പോയെങ്കിൽ പിന്നെയെങ്കിൽ നമുക്ക് ഓക്കെ എന്ന് പറയാം. എന്താ അല്ലേ? ബാക്കിയും കൂടി കേൾക്കാം. പക്ഷെ ആ കുഞ്ഞിൻ്റെ വാപ്പ നല്ലപോലെ നോക്കട്ടെ. പൊതുവെ സ്ത്രീകൾക്ക് കുടുംബത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള സന്തോഷമോ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള, അവരൊരു അടിമകളാക്കിയിട്ടോ അല്ലെങ്കിൽ അവർ വെറും പ്രസവിക്കാനുള്ളൊരു ഉപകരണങ്ങൾ, ഭർത്താവിന് ചീത്ത പറയാനുള്ളൊരു വസ്തു, ഭർത്താവിൻ്റെ ഇംഗിതങ്ങൾ തീർക്കാൻ വേണ്ടൊരു ഉപകരണം മാത്രമാക്കി കാണുന്ന നല്ലൊരു വിഭാഗം ആണുങ്ങളുണ്ട്.
അപ്പോൾ എനിക്ക് അടുത്തൊരു മൊയ്ലിയരെ ഭാര്യ വിളിച്ച് സങ്കടം പറയാണ്. ഈ മൊയ്ലിയർ കാണാൻ എന്താ പറയുക നല്ല പേരും പെരുമയൊക്കെ ഉള്ള ഒരാളാണ്. ഇപ്പോൾ ഇയാളുടെ കുടുംബ സ്വത്തുണ്ട്, ഇയാളെ ഉമ്മ മരിച്ചു, വാപ്പ മരിച്ചു, അങ്ങനെ കുടുംബ സ്വത്ത് കിട്ടി, പെങ്ങന്മാർക്ക് കൊടുത്തു, മറ്റ് സഹോദരങ്ങൾക്ക് കൊടുത്തു, ഓരോരുത്തരുടെയും സ്വത്തുകളൊക്കെ വിഭജനം വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയുടെ സ്വർണ്ണാഭരണം ഉപയോഗിച്ചിട്ടാണ് അവർ ആ വീടൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അയാൾ നല്ലൊരു ജോലി നാട്ടിലുണ്ടെങ്കിലും ആ വീട് നിർമ്മിക്കാൻ പ്രധാനമായിട്ടും ആ ഒരു യുവതിയുടെ സ്വർണ്ണാഭരണങ്ങളും പിന്നെ പെണ്ണിൻ്റെ വാപ്പ കുറച്ച് കൊടുത്ത കാശൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം തനിക്ക് കിട്ടിയ ആ വീടുണ്ടാക്കി, അയാൾ നേരത്തെ സ്വന്തം പേരിൽ ഈ പറമ്പ് സ്വന്തം പേരിലാകുന്നതിന് മുൻപ് തന്നെ വീടൊക്കെ നിർമ്മിച്ചിരുന്നു. അങ്ങനെ ഈ വീട് ആധാരം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇയാൾ എന്താ ചെയ്തത്, ഇയാളുടെ പേരിൽ മാത്രമാക്കി അത് ചുരുക്കി, ഇയാളുടെ പേരിൽ മാത്രം എന്തുള്ളൂ ആ വീടുള്ളൂ. ഓക്കെ, ഇതിൽ നിന്നൊരു കാര്യം പറയാം. പൊന്നു സഹോദരിമാരെ, നിങ്ങളെ ഭർത്താക്കന്മാർ നിങ്ങളോട് സ്വർണം ചോദിക്കും, അത് മേടിക്കാൻ ഇത് മേടിക്കാൻ, കൊടുക്കണ്ട. ഇത് ചിലപ്പോൾ ആണുങ്ങൾക്കെതിരെ വരും. ഞാൻ പറയാം, അത് 10,000 റുപ്യക്കോ 20,000 റുപ്യക്കോ ചോദിച്ചാൽ കൊടുക്കുക. അങ്ങനെയല്ല, ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ഒരു സ്ഥലം മേടിക്കാനോ കാർ മേടിക്കാനോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കണ്ട. അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കാറ് നിങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ആ സ്ഥലം നിങ്ങളുടെ പേരിൽ ഉറപ്പായാൽ മാത്രം കൊടുക്കുക. കുടുങ്ങും. അവന് വേറെ ഒരുത്തി കൂടെ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതേ നേരെ മറിച്ചിട്ട് ആണുങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ്. നിങ്ങൾ സമ്പാദിച്ച സ്വത്ത് സ്ത്രീകളുടെ പേരിൽ, നിങ്ങളുടെ ഭാര്യമാരുടെ പേരിൽ നിങ്ങൾ വാക്കണ്ട. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. ഒരു കാര്യം കൂടി പറയാം. അതായത് നമുക്കൊരു സ്റ്റോറി, അതായത് ആ പ്രവാസിയുടെ കഥ കേൾക്കാനുണ്ട്. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ പറയുന്നത് കേൾക്കാം. അപ്പോൾ ഈ പെണ്ണ് ചോദ്യം ചെയ്തു. ചോദ്യമല്ല, ഒരു അപേക്ഷ പോലെ പറഞ്ഞു, അല്ല എൻ്റെ സ്വർണ്ണവും ഇതൊക്കെ എടുത്തിട്ടല്ലേ നിങ്ങളത് എടുത്തത്, അപ്പോൾ അതിൻ്റെയും കൂടി പേരിലാക്കണ്ടേ, അതല്ല അതിൻ്റെ ഒരു രീതി, ഇത് നിങ്ങളുടെ പേരിൽ മാത്രമല്ലേ ഉള്ളൂ. ഇത് പറഞ്ഞതോടുകൂടി ഇയാൾ തെറ്റി. ആ ഒരു സ്ത്രീ ചെയ്തൊരു തെറ്റായൊരു കാര്യമാണോ? ഒരു ഭർത്താവ് അയാളുടെ വീടും പുരയിടൊക്കെ ഭാര്യയുടെയും കൂടി സ്വർണം ഉപയോഗിച്ചിട്ട് ഭാര്യയുടെയും കൂടി ബെനിഫിറ്റ് ഉപയോഗിച്ചിട്ടാണ് വീടും പുരയിടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അത് ആ ഭാര്യയുടെയും കൂടി പേരിലാക്കുന്നതുകൊണ്ട് എന്ത് പ്രശ്നമാണ്? ചില ആണുങ്ങളുടെ ധാരണ അങ്ങനെ ഭാര്യയുടെ പേരിലാക്കി കഴിഞ്ഞാൽ എന്തോ മലമറിക്കണ സംഭവം ഉണ്ടാവണം. അത് പണ്ടത്തെ ഒരു വിശ്വാസമാണ്. ആ ഭാര്യയുടെ പങ്കുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ആ ഭാര്യ വിശ്വാസം ഉണ്ടെങ്കിൽ അവളുടെ പേരിലും കൂടി ആക്കി കൊടുക്കണം. അതുകൊണ്ട് വലിയ പ്രയാസമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും നെഞ്ചത്ത് കൈവച്ച് ചോദിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ത്രീകളെ നിങ്ങളുടെ സ്വർണ്ണം ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ വീടും പുരയിടവും നിങ്ങളുടെയും കൂടി പേരിലാണോ? അതല്ല ഇപ്പം നിങ്ങൾ പറയണം എൻ്റെ പേരിലൊന്നും ആക്കണ്ട എന്ന് പറഞ്ഞ് ഇഷ്ടപ്രകാരം വിട്ടുകൊടുത്തതാണോ? ചില ആണുങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇതെന്തോ ഞാൻ ഈ ഭാര്യയുടെ അടിപ്പാവാട അലക്കാൻ പോണ ഒരാളാണ് അല്ലെങ്കിൽ മോശമാണ് എന്ന് കരുതുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഓക്കെ, ഇങ്ങനെ പറയുന്നത് ശരിയാണ്. നമുക്ക് ആ ഒരു പാവപ്പെട്ട പ്രവാസിയുടെ കഥ കേട്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, യാതൊരു നാട്ടിൽ തൻ്റെ കുടുംബവും ഭാര്യയും സുരക്ഷിതമായി ജീവിക്കണമെന്ന ഒരൊറ്റ ആഗ്രഹത്തിൽ മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ചോര നീരാക്കി പണിയെടുക്കുന്നവരാണ് ഓരോ പ്രവാസിയും. സ്വന്തം വിശപ്പും ഉറക്കവും സന്തോഷങ്ങളും മാറ്റിവെച്ച് പ്രിയപ്പെട്ടവർക്ക് നല്ലൊരു ഭാവി നൽകാൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിക്കുന്ന ആ ഭർത്താക്കന്മാരുടെ മനസ്സ് നിറയെ ഒരൊറ്റ ചിന്ത മാത്രമാണ്, എൻ്റെ കുടുംബം. എന്നാൽ ആ വിശ്വാസത്തിനും സ്നേഹത്തിനും തിരികെ ലഭിക്കുന്നത് താങ്ങാനാവാത്ത വഞ്ചനയാകുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വേദന നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് കോഴിക്കോട് ബാലുശ്ശേരിയിൽ നിന്നും യുവതിയെയും മകനെയും കാണാനില്ല എന്ന പരാതിയുമായി ഭർത്താവായ ജയ്സൽ രംഗത്ത് വന്നത്. വിദേശത്തു നിന്നും താൻ സമ്പാദിച്ചുണ്ടാക്കിയ സ്വർണവും പണവും എടുത്താണ് ഈ യുവതി നാട് വിട്ടതെന്നും അതെല്ലാം നഷ്ടപ്പെട്ടാലും തനിക്ക് തൻ്റെ മകനെ മാത്രം മതിയെന്ന ഈ ഉപ്പയുടെ നെഞ്ചു തകർക്കുന്ന വാക്കുകൾ നമുക്കെല്ലാം വിഷമം തന്നെയാണ് അത് ഉണ്ടാക്കി നൽകിയത്. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നപ്പോഴും എന്താണ് ഷഹല ഷെറിനും മകനും സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. ഒട്ടേറെ പ്രവാസികളുടെ ഭാര്യമാർ ഇതുപോലെ തന്നെ കാണാതായി അന്യമതത്തിൽപ്പെട്ട പുരുഷന്മാരുടെ കൂടെയോ അർഹതയില്ലാത്ത ബന്ധങ്ങളിലേക്ക് എടുത്തുചാടി ജീവിതം നശിപ്പിച്ച കഥകൾ നമ്മൾ ഒട്ടേറെ കേട്ടതുകൊണ്ട് ഇതും അത്തരത്തിലുള്ള ഒരു വാർത്ത തന്നെയാണോ എന്നുള്ളത് ഉറപ്പിക്കുവാനുള്ള യാതൊരു തെളിവും ഈ കാര്യത്തിൽ നമുക്ക് കിട്ടിയില്ല. എന്നാൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുറത്തു വരുന്നത്. ഷഹല ഷെറിൻ എന്ന ഈ യുവതി സ്വന്തം ഭർത്താവിൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമുള്ള അദ്ദേഹത്തിൻ്റെ അധ്വാന ഫലം കൊണ്ട് മുങ്ങിയത് ഒരു മൊബൈൽ ഷോപ്പുകാരൻ്റെ കൂടെയാണെന്നുള്ള വാർത്ത. നിരന്തരം മൊബൈൽ നന്നാക്കണം എന്നുള്ള കാര്യവുമായി ആ ഷോപ്പിലെത്തിയ യുവതിയും ഷോപ്പ് ഉടമയും അഗാധ പ്രണയത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. തനിക്ക് വേണ്ടി മരുഭൂമിയിൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് തനിക്കും തൻ്റെ മകനും വേണ്ടി
സ്വന്തം സന്തോഷങ്ങളെ മാറ്റിവെച്ച് ജീവിക്കുന്ന ജയ്സലിനെ ഓർക്കാൻ ഷഹല ഷെറിന് ആ സമയത്ത് സാധിച്ചില്ല എന്നതാണ് വാസ്തവം. ഷഹല ഷെറിൻ്റെ ഈ ചിന്തയില്ലാത്ത പ്രവൃത്തി മൂലം ഉപ്പയെ നഷ്ടപ്പെട്ടത് ഷഹല ഷെറിൻ്റെ മകന് മാത്രമല്ല, ഈ മൊബൈൽ ഷോപ്പ് ഉടമയ്ക്കും ഭാര്യയും 3 മക്കളുമുണ്ട്. ആ മക്കളുടെ അവസ്ഥയും വേദനാജനകം തന്നെ. 2 കുടുംബങ്ങളുടെ സമാധാനവും സ്വസ്ഥതയുമാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് ഇവർ കെടുത്തിയത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്രയോ പ്രതീക്ഷകളോടെയും സ്വപ്നങ്ങളോടെയും പടുത്തുയർത്തിയ 2 കുടുംബ ജീവിതങ്ങളാണ് ഇന്ന് അനാഥമായിരിക്കുന്നത്. താൻ ചോര നീരാക്കി സമ്പാദിച്ചതൊക്കെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഭർത്താവിൻ്റെ അവസ്ഥ അതിനേക്കാളും പരിതാപകരം. മരുഭൂമിയിലെ ഏകാന്തതയിൽ ആത്മവഞ്ചനയുടെ മുറിവുകൾ ഏറ്റുവാങ്ങി നാട്ടിലെത്തിയ ജയ്സൽ പറയുന്നത് ഒരു കാര്യമാണ്: എനിക്കെൻ്റെ സമ്പത്തോ ഒന്നും വേണ്ട, എനിക്കെൻ്റെ മകനെ തിരിച്ചു കിട്ടിയാൽ മതി. മറുഭാഗത്ത് യാതൊരു തെറ്റും ചെയ്യാത്ത ആ മൊബൈൽ ഷോപ്പുകാരൻ്റെ ഭാര്യയുടെയും അച്ഛനില്ലാതെ അനാഥരായി പോയ ആ 3 പിഞ്ചു മക്കളുടെയും ഭാവി, അവരുടെ കണ്ണീരിന് ആര് ഉത്തരം നൽകും? പരസ്പര വിശ്വാസത്തിലും സ്നേഹത്തിലും കെട്ടിപ്പടുക്കേണ്ട ദാമ്പത്യ ബന്ധങ്ങളെ ഇത്തരത്തിൽ വഞ്ചിക്കുമ്പോൾ അതിൽ തകരുന്നത് പലരുടെയും ജീവിതങ്ങളും സ്വപ്നങ്ങളുമാണ്. ഇങ്ങനെ ജീവന് തുല്യം സ്നേഹിച്ച ഭർത്താവിനെ വഞ്ചിച്ച് കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോയ സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമ്മൾ ഒട്ടേറെ കേട്ടറിഞ്ഞതാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും ഇപ്പോഴും നമ്മുടെ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല? ഇനി ഇവർ നേരിടാൻ പോകുന്ന പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ തക്കവണ്ണം തന്നെയുള്ള വാർത്തകളും വീഡിയോകളും നമ്മൾ കണ്ടിട്ടും പിന്നീടും എങ്ങനെയാണ് ഇവർക്ക് ഇത്തരത്തിലേക്കൊരു വഴിയിലേക്ക് ചെന്നെത്താൻ കഴിയുന്നത്? ഓക്കെ പ്രേക്ഷകരെ, ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഒരു കാര്യം പറയാം, സ്ത്രീകളെ, നിങ്ങൾക്ക് ആരെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചോളൂ. എന്തായാലും അത് ആപത്തിൽ തന്നെ അവസാനിക്കും. ആദ്യം സുഖത്തിൽ തുടങ്ങിയത് അവസാനം വലിയൊരു ആപത്തിൽ നിന്ന് തന്നെ അവസാനിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയി വരാം. ഓക്കെ, ബൈ.